ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ കട്ടിലേ വന്നിരുന്നു കേട്ടോ. അപ്പോൾ രേവതി എന്തൊക്കെയോ പറയുന്നുണ്ട്, പൂവിന് ഓർഡർ കിട്ടിയ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും സച്ചി കേൾക്കുന്നില്ല. ലാസ്റ്റ് രേവതി ചോദിച്ചു, ഇത് എന്താ സച്ചേട്ടാ ഞാൻ പറയുന്ന ഒന്നും കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നത്, എന്താ സച്ചേട്ടന് പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, എനിക്കിപ്പം വേറെ ആരെക്കുറിച്ചും ചിന്തയില്ല. ആ ഗജാനന്ദൻ, അവനെക്കുറിച്ച് മാത്രമേ എനിക്കിപ്പോൾ ചിന്തയുള്ളൂ. എനിക്ക് അവനെ കൊല്ലണം, അവനെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് സച്ചേട്ടൻ എന്തൊക്കെ ഈ വിളിച്ചു പറയുന്നത്? അവൻ ഒറ്റയൊരുത്തനാ നീ ഇപ്പം ഇവിടെ കിടക്കാൻ കാരണം, അവനാ നിന്നെ ഈ വിധത്തിലാക്കിയത്, അവനാ നിന്നെ വണ്ടി ഇടിപ്പിച്ചത്. ഇത് കേട്ടത് നമ്മുടെ രേവതി അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. രേവതിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം ഗജാനന്ദന്റെ കേസ് വിട്ടിട്ട് വർഷങ്ങളായതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ രേവതിക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, അല്ല എന്തിനാ അവന് ഇവളെ കൊല്ലാൻ നോക്കുന്നത്? അതെന്തിനാ? അതിന് കാരണമുണ്ട്. ഞാനേ ഒരു ദിവസം അവനെ തല്ലി ചതച്ചതാണ്, അതുമാത്രം മതിയല്ലോ ഇവളുടെ ശത്രു ആകാനും എന്റെ ശത്രു ആകാനും. അപ്പൊ രേവതി ചോദിച്ചു, അത് ശരിയാ, അയാൾക്ക് വൈരാഗ്യമൊക്കെ കാണുമായിരിക്കും, പക്ഷെ എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ആക്സിഡന്റ് ഒക്കെ പ്ലാൻ ചെയ്ത് എനിക്ക് തോന്നുന്നില്ല. എനിക്കും തോന്നുന്നില്ല. ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യാൻ യാതൊരു വഴിയുമില്ല സച്ചി. ഇവൾക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കില്ല അയാള്. പിന്നെ അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? അയാളുടെ തകർച്ചയ്ക്ക് കാരണം ഞാനും രേവതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഗജാനന്ദൻ ഇവളുടെ വീട്ടിൽ പോയി ബഹളം വെച്ചിരുന്നു. ഇത് കേട്ടത് രേവതി ഞെട്ടിപ്പോയിട്ടോ. രേവതി അറിഞ്ഞില്ലല്ലോ. അപ്പൊ സച്ചി പറഞ്ഞു, അവര് വന്ന് കുറെ ഗുണ്ടകളുമായിട്ട് വന്നിട്ട് ഭീഷണിപ്പെടുത്തി. അതിന്റെ തുടർച്ചയായിട്ട് ആ കാറ് നിന്റെ ബൈക്കിൽ കൊണ്ടുവന്ന് സ്കൂട്ടി കൊണ്ടുവന്ന് ഇടിച്ച് തെറിപ്പിച്ചത്. ഇനി വേറെ എന്തെങ്കിലും തെളിവ് നിനക്ക് വേണോ? എന്നോട് ഇത് ദേവു പറഞ്ഞതാ. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, എടാ ഇതൊക്കെ തെളിവാണെന്ന് പറയാൻ പറ്റുമോ? ചോദ്യം ചെയ്യുമ്പം അയാൾ കുറ്റം നിഷേധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതെ, ഞാനേ അവന്റെ കൊരവള്ളിക്ക് കുത്തിപ്പിടിച്ച് നെഞ്ചും കൂടി നോക്കിയിട്ട് ഒരു ഇടി കൊടുത്തിട്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തത്ത പറയുന്ന പോലെ അവൻ പറയും. അവനെ കൊണ്ട് പറയിപ്പിക്കും ഞാൻ. അത് പിന്നെ സച്ചേട്ടൻ നിയമം കയ്യിലെടുക്കാനുള്ള അവകാശം നമുക്ക് ആർക്കുമില്ല. അത് സച്ചേട്ടനൊന്ന് മനസ്സിലാക്ക്. എന്തെങ്കിലും കേട്ട പാതി കേൾക്കാത്ത പാതി ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ അതിനപ്പുറത്തെ പട ഇളക്കും. പിന്നെ ഇവിടെ ഒന്നും നിക്കില്ല കേട്ടോ. വേണ്ട, നിക്കണ്ട, ഇവിടെ ഒന്നും നിക്കണ്ട. എന്റെ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചവന്റെ അന്ത്യം കണ്ടിട്ടേ ഞാൻ മടങ്ങത്തുള്ളൂ. നീ ഒന്നും പറയണ്ട രേവതി, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവന്റെ അന്ത്യം കാണാതെ ഞാൻ അടങ്ങില്ല. സച്ചേട്ട, എന്ത് സച്ചേട്ട ഇത്? അപ്പൊ നമ്മുടെ രവീന്ദ്രൻ ചോദിക്കും, വെറുതെ ഓരോ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാതെ നീ അടങ്ങ്. ഏതായാലും നീ പരാതി കൊണ്ട് കൊടുത്തില്ലേ, പോലീസ് അന്വേഷിച്ചോളും. ഏതായാലും ഈ പരാതി നീ പോലീസിനോടല്ലേ ചെന്ന് പറയേണ്ടത്, അല്ലാതെ നേരിട്ട് ഗജാനന്ദനെ കണ്ട് പറയല്ല ചെയ്യേണ്ടത്. അത് നീ ഒന്ന് മനസ്സിലാക്ക്. അവരുടെ അന്വേഷണത്തിന്റെ പരിധിയിൽ അയാളെ ഉൾപ്പെടുത്തട്ടെ. അരുതാത്ത എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ പോലീസ് തന്നെ കണ്ടുപിടിക്കട്ടെ. അതല്ലേ വേണ്ടത്. സച്ചേട്ടാ, നമ്മുടെ ഈ കേസ് അവിടെ കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ഭാഗത്ത് ആ നിയമവും നീതിയൊക്കെ നിൽക്കുന്നത്. സച്ചേട്ടൻ വെറുതെ പോയി വഴക്കുണ്ടാക്കി ഗജാനന്ദനെ ഇനിയിപ്പോ വേറൊരു കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും വലിയ തൊല്ലയാകും. ഇനി അതിൽ നമ്മൾ പ്രതിയായ എന്നാ ചെയ്യും? നമ്മുടെ കേസിന്റെ ബലം മുഴുവൻ അതോടുകൂടി നഷ്ടപ്പെടില്ല സച്ചേട്ടാ. ഇത്രയൊക്കെ അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഭാര്യനെ തൊട്ടിട്ട് ഞാൻ ആണാണെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം? എടാ, ഈ മീശ തല്ലാനും കൊല്ലാനും ഉള്ള ആണുങ്ങളുടെ ലൈസൻസ് ആണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? എല്ലാ മീശ ഉള്ളവരും കണ്ണിന് കണ്ണും പല്ലിനും പല്ലുമായിട്ട് നടന്നാലേ ഈ ലോകം ഒരു തുണ്ട് പോലും ബാക്കി കാണത്തില്ല. നീ അത് മനസ്സിലാക്കിക്കോ. എന്റെ പൊന്നു സച്ചി, നീ ഒന്ന് അടങ്ങ്. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, സച്ചേട്ടാ ഇവിടെ ഇരിക്കുക, കുറച്ചു നേരം സമാധാനമായിട്ടൊന്ന് ചിന്തിക്കുക. അപ്പം സച്ചേട്ടന് മനസ്സിലാവും ഞങ്ങൾ പറയുന്നതാ നല്ലതെന്ന്. അത് കഴിഞ്ഞ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം ഗജാനന്ദന് സംശയം ഉണ്ടെന്ന്. അവരന്വേഷിച്ച് സത്യം കണ്ടുപിടിക്കട്ടെ. അതല്ലേ സച്ചേട്ടാ അതിൻ്റെതായ ന്യായം. സച്ചേട്ടൻ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് പ്ലീസ്. ഞാൻ കാല് പിടിക്കുക. നമുക്ക് വേണ്ടത് സത്യം മാത്രം. ആക്സിഡന്റ് യാദർശികമായിട്ട് നടന്നതാണോ അല്ലയോ, അല്ലെങ്കിൽ പിന്നെ അതിന്റെ പിന്നിൽ ആര്? അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് പരമാവധി ശിക്ഷ മേടിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ നമ്മുടെ കഴിവ് തെളിയിക്കാനായിട്ട്. അല്ലാതെ നമ്മുടെ കൈക്കരുത്തല്ല കാണിക്കേണ്ടത്. കണ്ടില്ലേ സച്ചി, മോള് പറഞ്ഞതാ ശരി. എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ. നിങ്ങളൊക്കെ പറഞ്ഞിട്ടാ കേസ് കൊടുത്തത്. എന്നാ പിന്നെ പോലീസ് തന്നെ നടത്തട്ടെ അന്വേഷണമൊക്കെ. പറ്റുന്ന വിവരങ്ങളൊക്കെ ഞാനും ശേഖരിച്ച് അവർക്ക് കൊടുത്ത് സഹായിക്കാം. ഓക്കെ. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, അത് തന്നെയാ നല്ലത്. ഇപ്പോഴാണ് നിനക്ക് നല്ല ബോധം വന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി കേട്ടോ.
രേവതിക്കാണെങ്കിൽ ഇതങ്ങ് വിശ്വസിക്കാനും പറ്റുന്നില്ല. ഗജാനന്ദന്റെ കേസ് പണ്ടേ വിട്ടതാണല്ലോ. അതുകൊണ്ട് രേവതി അങ്ങ് എന്തോ പോലെ ആയി പോയി കേട്ടോ. എന്നിട്ട് രേവതി പറഞ്ഞു, അതെ സച്ചേട്ടാ, ഇങ്ങ് വന്നേ, ഇങ്ങോട്ടേക്ക് വന്നേ, എന്റെ മോൻ ഇങ്ങോട്ടേക്കൊന്ന് വന്നേ. സച്ചേട്ടനോട് പിണങ്ങാൻ വേണ്ടി പറഞ്ഞല്ലോ, സച്ചേട്ടൻ ഇങ്ങോട്ടൊന്ന് വന്നേ. അപ്പൊ സച്ചി ചെല്ലുന്നില്ല കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് സച്ചി ഇച്ചിരി കഴിഞ്ഞപ്പോ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, അതെ സച്ചേട്ടൻ ഇവിടെ വന്ന് നിന്നാ പോരാ, ഇവിടെ വന്ന് ഇരിക്കുക. ഇന്ന് ഇരുന്നേ, ഞാൻ കാര്യം പറയട്ടെ. അതെ, ഈ എടുത്ത് ചാടിയുള്ള തീരുമാനങ്ങളെ അതെടുക്കാൻ പാടില്ല. എല്ലാത്തിനും ഒരു സാവകാശം വേണം. ക്ഷമയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധം. സച്ചേട്ടൻ അത് അറിയത്തില്ലേ? അതുകൊണ്ട് സച്ചേട്ടൻ ഇപ്പൊ എല്ലാം അങ്ങോട്ട് ക്ഷമിക്കുക, പോലീസിന് വിട്ടുകൊടുക്കുക. പിന്നെ സച്ചേട്ടൻ എന്നോട് സ്നേഹം ഉണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇപ്പം ഗജാനന്ദനെ വെട്ടാനും കൊല്ലാനും നിൽക്കുന്നത് വെറുതെ ഒന്നുമല്ല, എന്നോട് സ്നേഹമുള്ളത് കൊണ്ട് തന്നെയാ. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞത് സച്ചേട്ടൻ കേട്ടല്ലോ, അതും എന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് സച്ചേട്ടൻ ഇനി ദയവ് ചെയ്ത് ഗജാനന്ദന്റെ അടുത്തേക്ക് വാളും വെട്ടുകത്തിയും ഒന്നും ആയിട്ട് ചെന്നേക്കരുത്. ഗുണ്ട എന്ന് പറയുന്ന സച്ചിനെ അല്ല ഇനി അറിയേണ്ടത്, കുടുംബത്തെ സ്നേഹിക്കുന്ന സച്ചിനെയാ എല്ലാവരും അറിയേണ്ടത്. അതല്ലേ വേണ്ടത്? എന്നാലല്ലേ എനിക്കൊരു മിടുക്കുള്ളൂ. എന്റെ ഭർത്താവ് ഗുണ്ടയാണെന്ന് പറയുന്നേക്കാൾ നല്ലത് കുടുംബസ്നേഹിയാന്ന് പറയുന്നതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിനെ അങ്ങ് രേവതി അങ്ങ് സോപ്പിട്ട് ചാക്കിലാക്കി എടുക്കാണ് കേട്ടോ. അങ്ങനെ സച്ചി ചോദിച്ചു, എടി ഒരാൾ നിന്നെ കൊല്ലാൻ നടക്കുമ്പോഴത്തേക്കും നിനക്ക് ടെൻഷൻ ഒന്നും ഉണ്ടാവില്ലേ? അത് പിന്നെ സച്ചേട്ടൻ എന്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഞാൻ ടെൻഷൻ അടിക്കുന്നത്? ഇത്രയും സ്നേഹമുള്ള സച്ചേട്ടൻ എന്റെ കൂടെ ഉള്ളപ്പം എനിക്കിപ്പോ യാതൊരു ടെൻഷനും ഇല്ല. സച്ചേട്ടൻ വെറുതെ ടെൻഷൻ അടിച്ച് സച്ചേട്ടന്റെ മനസ്സ് ചീത്തയാക്കാതിരുന്നാ മതി. ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഈ രേവതി സച്ചേട്ടന്റെ കൂടെ എന്തിനും ഏതിനും ഉണ്ട്, വെട്ടും കൊലയും ഒഴിച്ച് ബാക്കി എല്ലാത്തിനും. അതുകൊണ്ടേ ഞാൻ പറയുന്നത് കേട്ട് അനുസരിച്ച് നിന്ന സച്ചേട്ടന് കൊള്ളാം. ഏതായാലും സച്ചിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചിരിയൊക്കെ വന്നു കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. അപ്പൊ അവിടുത്തെ CIനെയോ SIനെയോ ഒക്കെയാണ് കാണിക്കുന്നത്. അങ്ങോട്ടേക്ക് നമ്മുടെ സച്ചി വന്ന ഉടനെ ആരാടോ തന്നെ ഇങ്ങോട്ടേക്ക് വിട്ടത്? അത് പിന്നെ ഞാൻ സച്ചി, സാറിന് എന്നെ മനസ്സിലായില്ലേ? ആ, എനിക്ക് മനസ്സിലായി. ആക്സിഡന്റ് കേസല്ലേ, അതൊന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ആളെ കണ്ടെത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അറിയിച്ചോളാം. അത് പിന്നെ സാറേ, ഞങ്ങൾക്ക് ഒരാളെ സംശയമുണ്ട്, അത് പറയാൻ വേണ്ടിയാ ഞങ്ങൾ ഇപ്പൊ വന്നത്. അതെന്താ നീ കംപ്ലൈന്റ് തന്നപ്പം പറയാത്തത്? ഇപ്പോഴാണോ നിനക്ക് സംശയം തോന്നിയത്? അല്ല, ആരെയാണോ സംശയം? അത് പിന്നെ ഗജാനന്ദൻ എന്ന അയാളുടെ പേര്, ഒരു പലിശക്കാരനാ, എല്ലാവർക്കും അറിയാം. പാവപ്പെട്ടവരുടെ ചോര ഊറ്റി കുടിക്കുന്ന ഒരു കൊള്ള പലിശക്കാരൻ. ഓഹോ, അവനെ സംശയിക്കാൻ എന്താ കാരണം? എന്തെങ്കിലും തെളിവുണ്ടോ? അത് പിന്നെ അവൻ എന്റെ ഭാര്യയുടെ വീട്ടില് വേണ്ട നിർത്ത്. നീയേ ഒരു കാര്യം ചെയ്യാം, അതൊക്കെ എഴുതി കൊടുത്തിട്ട് പോയാ. എനിക്കൊരു സ്ഥലം വരെ പോണം സാർ, എനിക്ക് കുറച്ച് പറയാനുണ്ട്, അത് കേക്ക്. താൻ പറയുന്നൊക്കെ കേട്ട് നിന്നാ കള്ളന്റെ വഴിക്ക് പോകും. ഒരു പേരും കള്ളനെ തെരഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ടെ ആഴ്ച ഒന്നായി. അവന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അവനൊന്ന് പോയി കണ്ടുപിടിക്കട്ടെ. താൻ എന്തെങ്കിലും ഉണ്ട് ഇവിടെ എഴുതി കൊടുത്തിട്ട് പോ, അല്ലെങ്കിൽ പിന്നെ വാ. സാർ എന്താ സാർ ഇങ്ങനെ പറയുന്നത്? തനിക്ക് എന്താ മനസ്സിലാവത്തില്ലേ? ഒന്ന് പോടോ, തന്നോടല്ലേ പോകാൻ പറഞ്ഞത്. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി തല കുനിച്ചങ്ങ് പോവാണ് കേട്ടോ. ക്ഷമയുടെ പരമാവധി നമ്മുടെ സച്ചി ക്ഷമിച്ച് അവിടെ നിൽക്കുന്നത്. അതിന്റെ അടുത്താണ് പോലീസുകാർ ഇങ്ങനെയൊക്കെ പറയുകയും കൂടെ ചെയ്യുന്നത്. സച്ചി ക്ഷമിക്കുവോ? ഇത് കഴിഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുന്നത് കാണിക്കാണ് കേട്ടോ. സച്ചി എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചു പിറക്കി നിൽക്കുകയാണ്. സച്ചിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. ഗജാനന്ദൻ രണ്ട് പൊട്ടിക്കാതെ നമ്മുടെ സച്ചിക്ക് സമാധാനം കിട്ടാനും പോകുന്നില്ല. അങ്ങനെ നമ്മുടെ സച്ചി കൂട്ടുകാരന്റെ അടുത്താണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഈച്ച എന്ന് പറയുന്ന കൂട്ടുകാരനാണ് കേട്ടോ. അപ്പൊ ഈച്ച ചോദിക്കുക, എടാ എന്താടാ നിനക്ക് പറ്റിയത്? നീ എന്താണ് ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുന്നത്? നിനക്ക് എന്തോ സംതിങ് റോങ് ഉണ്ടെന്ന് തോന്നുന്നല്ലോ. എന്താണെങ്കിലും പറയടാ. നീ എന്തിനാ ഈ ആലോചിച്ചു കൂട്ടുന്നത്? ഓട്ടോ ഒന്നും ഇല്ലെങ്കിൽ വീട്ടിലേക്ക് ചെല്ല്. രേവതിയുടെ അടുത്ത് ഉണ്ടായാല് അത് അവക്കൊരു ആശ്വാസമാവൂലേ? അവളുടെ കാലൂപ്പ് വയ്യാണ്ടിരിക്കുകയല്ലേ? അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, അത് പിന്നെ രേവതിയുടെ കാലിന് ഭേദമാകുന്നത് വരെ ഞാൻ അവളുടെ കൂടെ തന്നെ ഉണ്ടാകും. എനിക്ക് പെട്ടെന്ന് വീട്ടിലേക്കൊക്കെ പോണം. അതിനു മുന്നേ വേറെ ഒരിടത്തേക്ക് പോണോന്നാ ഞാൻ ആലോചിക്കുന്നത്. അല്ല, എവിടെ പോകാനാടാ? വല്ല ബിവറേജിലേക്കോ വല്ല ബാറിലേക്കോ ആണോ? അതൊന്നുമല്ല. ഗജാനന്ദൻ എന്ന് പറയുന്ന ഒരു ഫ്രോഡ് ഉണ്ട് ഇവിടെ. ഞാൻ അവനെ കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? മുമ്പ് എന്റെ കാറിൽ കഞ്ചാവ് കടത്തി കുടുക്കിയത് അവനാ. നിനക്ക് ഓർമ്മയുണ്ടോ? അവൻ വീണ്ടും പണി തുടങ്ങിയിട്ടുണ്ട്. അവനെ എനിക്കൊന്ന് കാണണം. അത് വിടടാ. നീ ഇനി പ്രശ്നത്തിനൊന്നും പോകണ്ട. ഓരോന്ന് ചെയ്തു കൂട്ടി രേവതിനെ വെറുതെ എന്തിനാ നീ വിഷമിപ്പിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യേ, നീ വീട്ടിലേക്ക് ചെല്ല്, അതാ നല്ലത്. ഈ ആക്സിഡന്റിന് പിന്നിൽ അവനാണോന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട് ഈച്ചേ. അതുകൊണ്ട് എനിക്കിതങ്ങ് വെറുതെ വിടാൻ പറ്റത്തില്ല. എന്നെ പോലെയുള്ള എല്ലാ ആൾക്കാരെയും പറ്റിച്ച് അവൻ ജീവിക്കുകയായിരുന്നു. ഇനിയിപ്പം ഞാൻ കാരണം അവന് പലിശ പിരിക്കാൻ പറ്റത്തുമില്ല. ഞാൻ ഒരു ദിവസം നല്ല അടി കൊടുത്തായിരുന്നു. അതുകൊണ്ട് ആ ദേഷ്യമാണ് രേവതിയോട് തീർത്തത്. അവക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് താങ്ങാൻ പറ്റില്ലെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. എന്നെ ശിക്ഷിക്കാൻ വേണ്ടി ഗജാനന്ദൻ രേവതിയെ അപകടപ്പെടുത്തിയത് തന്നെയാ.
എനിക്കത് ഉറപ്പാ, 100% ഉറപ്പാ. ആക്സിഡന്റ് മുന്നിൽ രേവതിയുടെ വീട്ടിൽ ചെന്ന് അവൻ വെല്ലുവിളി നടത്തിയിരുന്നു. ഓഹോ, അത് ശരി, അങ്ങനെയൊക്കെ ഉണ്ടായോ? അപ്പൊ തന്നെ അവന് കൊടുക്കേണ്ടത് കൊടുക്കണ്ടേ? അങ്ങനെ കൊടുത്തിരുന്നെങ്കിലേ രേവതിക്ക് ഇപ്പൊ ഈ അവസ്ഥ വരില്ലായിരുന്നു. അപ്പൊ എന്തേ നിന്റെ കൈ പൊങ്ങാത്തത്? അത് പിന്നെ ആ സമയത്ത് ഞാൻ അറിഞ്ഞില്ല. ഇനി അവനോട് ഏറ്റുമുട്ടാനൊന്നും നിൽക്കേണ്ടെന്നാ രേവതി പറഞ്ഞത്. അവളുടെ വാക്ക് കേട്ടിട്ടാ ഞാന് സത്യം പറഞ്ഞ അടങ്ങി നിന്നതും സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തതും. അവിടെ പരാതി കൊടുത്തിട്ട് യാതൊരു പ്രയോജനം ഇല്ലെന്നാ തോന്നുന്നത്. ഗജാനന്ദനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ അവൻ സത്യം പറയും. പക്ഷേ പോലീസ് അത് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. അല്ല, നീ എപ്പോഴാണ് കംപ്ലൈന്റ് കൊടുത്തത്? ഇപ്പൊ കംപ്ലൈന്റ് ഒക്കെ പോയി കൊടുത്തതേ ഉള്ളൂ. പോലീസ് അവന് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ആ എസ്.ഐയുടെ സംസാരത്തിൽ നിന്ന് അതെനിക്ക് നന്നായിട്ട് മനസ്സിലായതാ. ഈ പോലീസൊക്കെ അവന്റെ പിടിയിൽ നിൽക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഈ സച്ചിക്കറിയാം. എന്റെ ജീവന രേവതി. ആ രേവതിനെ തൊടാൻ നോക്കിയ അവനെ ഞാൻ കൊല്ലണ്ടേ അവനെ ഞാൻ വിടില്ല. എടാ, നീ സമാധാനപ്പെടറാ. ഇത് വല്ലാത്ത കുഴപ്പമായി പോയല്ലോ. എന്ത് കുഴപ്പം? പോലീസ് പിടികൂടണ്ട. അവനെ പിടികൂടി ഞാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചോളാം. വേണ്ട രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം. അവൻ സത്യം പറഞ്ഞോളും. അല്ല, ഇപ്പൊ അവൻ എവിടെയാ ഉള്ളത് നിനക്കറിയാമോ? ഇല്ലില്ല, എനിക്കറിയില്ല. അവന്റെ ഓഫീസിൽ ചെന്ന് നോക്കാം. അവൻ എവിടെയാണെങ്കിലും ഞാൻ ഇന്ന് അവനെ തൂക്കും. നീ വന്ന് വണ്ടി കയറിയേ വാ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി ഈച്ചനെയും കൂട്ടി നേരെ ഗജാനന്ദന്റെ ഓഫീസിലേക്ക് ചെല്ലുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ഗജാനന്ദൻ ഇങ്ങനെ താടിക്ക് കൈയൊക്കെ കൊടുത്തിരിക്കുന്ന സീനാട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും ഗജാനന്ദൻ ഇങ്ങനെ പറയാ, ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും മണിയപ്പ? എന്റെ പേര് മണിയപ്പൻ എന്നല്ല. ഗജാനന്ദൻ ചേട്ടൻ അത് മറന്നോ? ഇതെന്താ ഗജാനന്ദൻ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, നീ ആദ്യം എന്നെ ബോസ് എന്നാണല്ലോ വിളിച്ചത്, പിന്നെ സാറേന്നായി, ഇപ്പൊ ചേട്ടനായി. നാളെ നീ എടാ ഗജാനന്ദ എന്ന് വിളിക്കും. എന്നോട് കാശ് മേടിച്ചവരൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഒരു നിലയുമില്ല, വിലയുമില്ല. ഒറ്റൊരുത്തനും വാങ്ങിയ ക്യാഷ് തിരികെ തരുന്നില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് ചെയ്തല്ലേ പറ്റൂ. ഏതായാലും ഈ ഒരു സമയത്താണ് നമ്മുടെ ഗജാനന്ദന്റെ ഓഫീസിലേക്ക് സച്ചി എത്തുന്നത്. സച്ചിനെ കണ്ടതും ഗജാനന്ദൻ ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ. സച്ചി ഓടി ചെന്നതും ഗജാനന്ദൻ ഇങ്ങ് ചാടി വീഴുക. സച്ചിയുടെ കോളറെ പിടിച്ചോണ്ട്, നീ വരുമെന്ന് എനിക്ക് അറിയായിരുന്നടാ എന്നും പറഞ്ഞു ചെന്ന് ചാടി വീഴുന്നതും സച്ചി എന്ത് ചെയ്തു? തൂക്കിയെടുത്ത് പട അടിക്കുകയാണ്. അപ്പൊ ഗജാനന്ദൻ പറഞ്ഞു, നീ കാരണമാണ് എനിക്ക് ഗതി വന്നത്. ഞാൻ തോക്കുന്നു വിചാരിച്ചോ എന്ന് ചോദിച്ചു വീണ്ടും ഗജാനന്ദൻ തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ സച്ചി വീണ്ടും ഗജാനന്ദനെ കൂനിച്ച് നിർത്തി മുതുവനിട്ട് പട കൊടുക്കാനുണ്ട്. സംസാരിക്കാൻ പോലുള്ള സമയം നമ്മുടെ ഗജാനന്ദന് സച്ചി കൊടുക്കുന്നില്ല. അതുപോലെയാണ് നമ്മുടെ ഗജാനന്ദന്റെ സച്ചി കൊടുക്കുന്നത്. അവിടെ നിന്ന് ഈച്ചയും കിട്ടിയ സമയം പാഴാക്കാതെ കുനിച്ച് നിർത്തിയ നമ്മുടെ ഗജാനന്ദന്റെ പുറത്തിട്ട് ഇടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ എന്നോട് തീർത്തോണം, അല്ലാതെ എന്റെ ഭാര്യനെ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ നിന്നെ ഞാൻ കൊല്ലും. നീ എന്താ പറഞ്ഞത്? ഞാൻ അവളെ കൊല്ലാൻ നോക്കിയെന്നോ? ഞാൻ കൊല്ലാനൊന്നും നോക്കിയിട്ടില്ല. സത്യം പറഞ്ഞോണം. നീ അല്ലേടാ രേവതിനെ കൊല്ലാൻ വേണ്ടി അവളുടെ ബൈക്കിന്റെ പുറകിൽ കൊണ്ടുപോയി കാർ ഇടിപ്പിച്ചത്. എന്തൊക്കെയാ സച്ചി വിളിച്ചു പറയുന്നത്? ഞാൻ ആരെയും കൊല്ലാൻ നോക്കിയിട്ടില്ല. നീ കള്ളം പറയരുത്, എന്റെ മുമ്പിൽ അഭിനയിക്കരുത്. ഈ ആക്സിഡന്റ് പിന്നിൽ നീ തന്നെയാ, എനിക്ക് ഉറപ്പാ. എന്നോടുള്ള ദേഷ്യം എന്റെ ഭാര്യയോട് തീർത്തല്ലേടാ. അയ്യോ സച്ചി, എനിക്കൊന്നും അറിയില്ല, ഇതില് എനിക്ക് പങ്കില്ലാട്ടോ. നീ രേവതിയുടെ വീട്ടിൽ പോയി പിന്നെ എന്തിനാടാ വെല്ലുവിളിച്ചത്? എനിക്കും രേവതിക്കും വേണ്ട നീ കൊടുക്കുന്നു പറഞ്ഞില്ലേ? നീ വലിയ സമ്മാനം തരാൻ നോക്കിയതല്ലേ, അത് ചെറുതായി പോയി. എന്റെ ഭാര്യനെ നീ കൊല്ലാൻ നോക്കിയില്ലേ? നീയാണത് ചെയ്തതെന്ന് പോലീസിൽ പരാതി പറഞ്ഞിട്ടും അതിൽ ഗൗനിച്ചില്ല പോലീസ്. പക്ഷെ നിന്നെ പിടിച്ചപ്പോ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ പോവാ. ശിക്ഷ കോടതി വിധിക്കട്ടെ. അതിനു മുമ്പ് ചെറുതായിട്ട് എന്തെങ്കിലും ഞാൻ തന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടോ ഗജാനന്ദ എന്ന് പറഞ്ഞു വീണ്ടും ഗജാനന്ദനെ എടുത്തിട്ട് പൂച്ചാണ് കേട്ടോ. പക്ഷെ നമ്മുടെ സച്ചി അറിയുന്നില്ലല്ലോ ഗജാനന്ദന് ഇതിൽ പങ്കില്ല. ഗജാനന്ദൻ അല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്ത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയാണ്. പക്ഷെ ഗജാനന്ദനാണ് എന്ന് ഇപ്പം സച്ചി വിചാരിക്കുന്നത് തെറ്റാണെന്ന് സച്ചിക്കും അറിയത്തില്ല. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഗജാനന്ദൻ പോയി ആ വീട്ടിൽ അത്രയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ സച്ചി എന്താ വിചാരിക്കുക? ഗജാനന്ദനാണെന്നല്ലേ വിചാരിക്കത്തുള്ളൂ. പക്ഷെ ഗജാനന്ദൻ അല്ല, ശ്രുതിയാണെന്ന് സച്ചിക്കും അറിയത്തില്ലല്ലോ. ഏതായാലും അവിടെ ഇട്ട് നമ്മുടെ ഗജാനന്ദനെ നല്ല അടി കൊടുക്കാണ് കേട്ടോ. അങ്ങനെ അവനെ ഇടിച്ചിടിച്ച് കൊല്ലാറാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഈച്ച പറഞ്ഞു, സച്ചി പോടട, ഇനി ഇടിച്ചിട്ടുണ്ടെ അവൻ ചത്തുപോകും, ശരിയാവില്ല, നീ വിടട അവനെ എന്നിങ്ങനെ പറയാണ്. ഏതായാലും ഈ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രോദയാണ് കേട്ടോ. അപ്പൊ ചന്ദ്രോദയത്താണെങ്കിൽ ലക്ഷ്മിയും ദേവും ഉണ്ടല്ലോ. അങ്ങനെ ലക്ഷ്മിയും ദേവും ഭക്ഷണം എല്ലാം ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെക്കുകയാണ്. അപ്പൊ അവര് തൽക്കാലം വന്നേ ആ ഒരു സമയത്താണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്, വേറെ ആരും വീട്ടിലില്ലല്ലോ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ലക്ഷ്മി ഓർക്കുകയാണ്, ചന്ദ്ര ഉണ്ടായിരുന്നപ്പം ലക്ഷ്മിനെ ഒരുപാട് ഇങ്ങനെ ആക്ഷേപിക്കുമായിരുന്നല്ലോ വരുമ്പോ തന്നെ. കുറെ ചീഞ്ഞ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് വരുവാണ്, നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്?
എപ്പോഴാ ഇവള് മുൻകൂട്ടി പറഞ്ഞു വന്നിട്ടുള്ളത്? ഇവക്ക് തോന്നുമ്പോ വരും നാണമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ കാര്യമുണ്ടല്ലോ. അതൊക്കെ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ ആലോചിക്കാനുണ്ട്. കാരണം എന്താ പറയാ, ചന്ദ്ര ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥയല്ലായിരുന്നല്ലോ. ഇപ്പം ആ ചന്ദ്ര ഇല്ലാത്ത വീട്ടില് ആ അടുക്കളയിൽ കയറി ഭക്ഷണങ്ങളെല്ലാം വെച്ചുണ്ടാക്കുകയാണല്ലോ നമ്മുടെ ദേവുവും ലക്ഷ്മിയും കൂടെ ചേർന്ന്. അപ്പൊ ലക്ഷ്മി ഇങ്ങനെ ചിന്തിച്ച് നിന്നപ്പോഴത്തേക്കും ദേവു വന്നിട്ട്, അമ്മ എന്താ ആലോചിക്കുന്നത്? അമ്മയ്ക്ക് എന്താ പറ്റിയത്? ഏയ് ഒന്നുമില്ല മോളെ, മക്കളെ കാണാനായിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരിക, അവർക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, 2-3 ദിവസം അവർക്കൊപ്പം താമസിക്കുക, ഇതൊക്കെ ആഗ്രഹിക്കാത്ത അമ്മമാരുണ്ടോ? പക്ഷേ ഈ അമ്മയ്ക്ക് ഇതുവരെ അതിന് സാധിച്ചിട്ടില്ലല്ലോ. എനിക്ക് ഈ വീട്ടിലേക്ക് വരാനും സത്യം പറഞ്ഞ പേടിയായിരുന്നു. ഇന്നേ വരെ കരയാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല. അത് നിനക്ക് അറിയാന്നല്ലേ ദേവു? അതൊക്കെ എനിക്ക് അറിയാമേ. ആദ്യമായിട്ടാ മോളെ ഞാൻ ഈ വീട്ടിൽ വന്ന് ഇങ്ങനെ എന്റെ സ്വപ്നങ്ങളൊക്കെ അതിന് ചേച്ചിയുടെ കാലൊടിയേണ്ടി വന്നല്ലേ? ചേച്ചിയുടെ കാലൊടിഞ്ഞത് കൊണ്ടാണല്ലോ ചന്ദ്രയാന്റി തീർത്ഥാടനത്തിന് പോയത്. ചേച്ചിനെ നോക്കാൻ പറ്റാത്തത് കൊണ്ട് കിട്ടിയ അവസരം. അമ്മ 2-3 ദിവസം ഇവിടെ നിന്നിട്ട് വീട്ടിലേക്ക് വന്നാൽ മതി, രേവതി ചേച്ചിയുടെ അടുത്ത് നിൽക്കാം. അതെ, രേവതിയുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കണം എന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളെ അവിടെ തനിച്ചാക്കി എങ്ങനെയാ ഞാൻ ഇവിടെ നിൽക്കുക? അതൊന്നും അമ്മ ഇപ്പൊ നോക്കണ്ട. എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. അവിടെ എന്താ പ്രശ്നം? എനിക്ക് തന്നെ വെച്ചുണ്ടാക്കാൻ അറിയാലോ. അല്ല, ശരത്തിന് ഞാനിവിടെ നിൽക്കുന്നത് ഇഷ്ടാവോ? അവന്റെ ഇഷ്ടം എന്തിനാ അമ്മ നോക്കുന്നത്? നമ്മുടെ ഇഷ്ടം നോക്കിയിട്ടാണോ ശരത്ത് ജീവിക്കുന്നത്? അവനിപ്പോ അങ്ങനെയല്ലല്ലോ. അവന് തോന്നി പോലെ നടക്കുമല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടം നോക്കി ജീവിച്ച പോരെ? അത് മാത്രല്ല മോളെ, ഇവിടെ അത് ശരിയല്ല. നിന്നെ അവിടെ തനിയെ വിട്ടിട്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാനുള്ള ധൈര്യം പോരാ. ഞാൻ അവിടെ തനിയല്ലല്ലോ, ശരത്ത് അവിടെ ഉണ്ടല്ലോ കൂടെ. പിന്നെ എന്തിനാ അമ്മ പേടിക്കുന്നത്? ഇപ്പോഴല്ലേ രേവതി ചേച്ചിയുടെ കൂടെ നമ്മൾ നിൽക്കേണ്ടത്. രാവിലെ ഇറങ്ങിപ്പോയാൽ അവൻ മിക്കവാറും രാത്രി വൈകിയല്ലേ വരുന്നത്. ആ സമയത്ത് മോളെ നീ ഒറ്റയ്ക്കാകും. നിന്റെ കാര്യം ഓർത്ത് മനസ്സമാധാനത്തോടു കൂടി എനിക്ക് ഉറങ്ങാൻ പറ്റുമോ? ഇവിടെ ഇരിക്കാൻ പറ്റുമോ? ആ ഗജാനന്ദനെ വിശ്വസിക്കാൻ പറ്റില്ല. അവൻ ഇനിയും വീട്ടിൽ വരും. അവൻ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കറിയാം. എന്തും ചെയ്യാൻ മടിക്കാത്തവനെ അവന്. എൻ്റെ അമ്മേ, അവന്റെ കാര്യത്തിൽ ഇന്നത്തോടെ ഒരു തീരുമാനമാകും. ഒന്നെങ്കിൽ അവൻ ജയിലിൽ കിടക്കും, അല്ലെങ്കിലേ അവൻ ഹോസ്പിറ്റലിൽ കിടക്കും. ഇനി അവൻ നമ്മുടെ വീട്ടിലെന്നല്ല, നമ്മുടെ മുമ്പിൽ പോലും, നമ്മുടെ പരിസരത്ത് പോലും വരില്ല. അല്ല, അവന് സംശയം ഉണ്ടെന്ന് നീ സച്ചിയോട് പറഞ്ഞോ? ഏയ്, ഞാനങ്ങനെ പറയുമോ അമ്മേ? എനിക്കറിയില്ല സച്ചേട്ടന്റെ സ്വഭാവം. ഞാൻ പറയത്തൊന്നുമില്ല. അമ്മ ബാ, അമ്മ എന്നാത്തിനാ ചുമ്മാ വേറെ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിക്കുന്നത്? ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവ് വിളിച്ചോണ്ട് കിച്ചണിലേക്ക് പോവാണ്. ദേവ് പറഞ്ഞ കാര്യമൊന്നും നമ്മുടെ ലക്ഷ്മി അറിഞ്ഞിട്ടില്ല കേട്ടോ. ഏതായാലും സച്ചി ഇപ്പം ഗജാനന്ദനെ അവിടെ ഇടിച്ച് പരുപ്പ് ഇളക്കിയിട്ടുണ്ട്. ഗജാനന്ദന്റെ 2 കിട്ടേണ്ടത് തന്നെയാണ്. പക്ഷേ കിട്ടേണ്ട ഒരാളും കൂടെ ഉണ്ട്, നമ്മുടെ ശ്രുതി. ഏതായാലും ശ്രുതിയാണ് ഇതിന് പിന്നിലെന്ന് അറിയുമൊന്നും അറിയില്ല. ഈ സമയത്ത് നമ്മുടെ രേവതിനെ കാണിക്കുകയാണ്. അപ്പൊ രേവതി ആരെയോ വിളിച്ച് ഇങ്ങനെ ലിസ്റ്റ് ഒക്കെ എടുക്കുകയാണ്. കറക്റ്റ് സമയത്ത് എത്തിച്ചോളാം എന്നൊക്കെ പറയുകയാണ്. അപ്പൊ പൂവിന്റെ ലിസ്റ്റാന്ന് തോന്നുന്നു എടുക്കുന്നത്. ഒരുപാട് ഓർഡറൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ദേവു അകത്തേക്ക് കയറി വന്നു. ദേവും ലക്ഷ്മിയും ഉണ്ട്. അപ്പൊ ലക്ഷ്മി ചോദിച്ചു, മോളെ നിനക്ക് വേദനയുണ്ടോ? ഓ, വേദനിക്കുന്നുണ്ടെങ്കിൽ ചേച്ചി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും അമ്മേ. നീ ചുമ്മാ ഇങ്ങനെ പറയല്ലേ. ആക്സിഡന്റ് പിന്നിൽ ഗജാനന്ദനാണെന്നുള്ള സംശയം നീ എന്താ എന്നോട് പറയാത്തത്? അമ്മ പറഞ്ഞു പറയണ്ടാന്ന്, അതും കൊണ്ട് പറഞ്ഞില്ല. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചോദിച്ചു, അമ്മ സച്ചേട്ടനോടും പറയണ്ടെന്ന് പറഞ്ഞു കാണൂലോ, എന്നിട്ട് നീ അത് സച്ചേട്ടനോട് പറഞ്ഞല്ലോ. ഇത് കേട്ടത് നമ്മുടെ ലക്ഷ്മി, അയ്യോ അപ്പൊ സച്ചി അറിഞ്ഞോ? എടീ മഹാഭാവി, നിനക്ക് എന്താടി ബുദ്ധിയില്ലേടി? നീ എന്തിനാടി ഇത് സച്ചിയോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞൊക്കെ നീ മറന്നോ? സച്ചി പോയി ഗജാനന്ദനെ അടിക്കും. ഓ, ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നെന്ന് കണ്ടറിയാം. കഴുതേ, ബുദ്ധിയില്ലാത്തവളെ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയെന്ന് അമ്മയ്ക്ക് അറിയത്തില്ല. ഞാൻ പറയാം. സച്ചേട്ടനെ ചെന്ന് ഗജാനന്ദനെ അടിക്കും, ഇടിക്കും, നന്നായിട്ട് പെരുമാറും. പിന്നെ അവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിടും. ഗജാനന്ദൻ കുറച്ച് നാൾ അകത്ത് കിടക്കും, വീണ്ടും അവൻ പുറത്തിറങ്ങും. ഇതൊക്കെയല്ലേ നടക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, നീ പറഞ്ഞതുപോലെ നടന്നേനെ. ഞാനും അച്ഛനും സച്ചേട്ടനെ പിടിച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ. നല്ല ദേഷ്യത്തിലായിരുന്നു സച്ചേട്ടൻ. സംശയത്തിന്റെ പേരിൽ ഗജാനന്ദനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട. അവനെ സംശയമുണ്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞാൽ മതി. അവര് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യട്ടെ എന്ന് ഞാനും അച്ഛനും കൂടെ കാല് പിടിച്ചു പറഞ്ഞു. ഒടുക്കൻ സച്ചേട്ടൻ തണുത്തു. ആണോ മോളെ? അപ്പം സച്ചി തണുത്തോ? അപ്പം പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുകയാണോ? അതേമേ, പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുക. എന്റെ ഭഗവതി, സമാധാനമുണ്ട്. സ്റ്റേഷനിലേക്കാണല്ലോ പോയത്. ഞാൻ കരുതി അപ്പോഴത്തേക്ക് നമ്മുടെ ദേവു അവിടെ നിന്ന് എവിടേക്കാ പോയെന്ന് നമുക്ക് നോക്കാന്ന് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മനസ്സിൽ പറയുക. അപ്പോഴത്തേക്ക് ലക്ഷ്മി, നിനക്ക് വെച്ചിട്ടുണ്ടടി, ഞാൻ വീട്ടിൽ ചെല്ലട്ടെ. അപ്പോഴത്തേക്ക് ദേവു പറഞ്ഞു, ചേച്ചി എന്നാ പിന്നെ ഞങ്ങള് ഇറങ്ങട്ടെ, കടയിൽ പോകണം, കുറച്ച് ഓർഡറൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോഴത്തേക്ക് ലക്ഷ്മി ചോദിച്ചു, അമ്മ ഇവിടെ നിൽക്കണോ മോളെ? അമ്മയ്ക്ക് എൻ്റെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റില്ല എന്ന് അമ്മയ്ക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കുന്നില്ല. അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിൽക്കാൻ,
ഇല്ലെങ്കിൽ വേണ്ട. അല്ല നിന്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്ക് ആരും ഇല്ലെന്ന് ആരാ പറഞ്ഞത്? ഓ, സച്ചേട്ടനില്ലേ എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ, അത് തന്നെ ധാരാളം. പിന്നെ അച്ഛനും ഉണ്ട്. ഒരു കണക്കിന് ഇവിടെ ചന്ദ്രമതി ഇല്ലാത്തത് നല്ലത് തന്നെയാ. പിന്നെ വർഷയും ഉണ്ട് കേട്ടോ, അവളും സമയം കിട്ടുമ്പോ നോക്കിക്കോളും. ദേ അനിയത്തിക്കുട്ടിയായിട്ട് അവളെ അംഗീകരിക്കണ്ട കേട്ടോ. അനിയത്തിക്കുട്ടി ഒന്നേ ഉള്ളൂ, അത് ഞാനാ. അയ്യോ, പെണ്ണിന്റെ ഒരു കുശുമ്പ് കണ്ടില്ലേ? പൊടിയൊന്ന്. അവളും എന്റെ അനിയത്തിക്കുട്ടി തന്നെയാ, നീയും എന്റെ അനിയത്തിക്കുട്ടിയാ. പിന്നെ എനിക്ക് നല്ലൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പ് ചെയ്യാം. അത് സമയത്തിന് തന്നെ കൊടുക്കണം. എന്റെ സ്ഥിരം കസ്റ്റമേഴ്സ് ആരാണെന്ന് നിനക്കറിയാലോ. മുടങ്ങാതെ തന്നെ അവർക്ക് പൂക്കൾ എത്തിക്കണം കേട്ടോ. ഏയ്, എന്റെ പൊന്നി രവി ചേച്ചി ഇവിടെ സമാധാനമായിട്ടിരിക്കുക, ഞാൻ ഏറ്റു. അല്ല മോളെ, നിനക്ക് വിശക്കുന്നുണ്ടോ? ഭക്ഷണം വേണോ? ഇപ്പം വേണ്ട, കുറച്ച് കഴിയട്ടെ അമ്മേ, ഞാൻ കഴിച്ചോളാം. അതെ, എല്ലാവർക്കും വേണ്ട ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്, നന്നായിട്ട് കഴിക്കണം കേട്ടോ. കഴിച്ചോളാന്നേ. അപ്പം ദേവു പറഞ്ഞു, ദേ അമ്മ പേടിക്കണ്ട, സച്ചിയേട്ടനും അങ്കിളും ഉണ്ടല്ലോ, കഴിപ്പിച്ചോളൂ. ചായ ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ, അച്ഛനോട് പറഞ്ഞാൽ മതി, എടുത്തോണ്ട് തരും നിനക്ക്. എന്റെ പൊന്നോ, ചേച്ചി എന്താ കൊച്ചുകുട്ടിയാണോ? പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ അമ്മയ്ക്ക്? നീ ഒന്ന് പോടി, ഇവളെപ്പോഴും എന്റെ കൊച്ചുകുട്ടി തന്നെയാ. നിനക്ക് ചേച്ചിയായിരിക്കും, ശരത്തിന് ചേച്ചിയായിരിക്കും, പക്ഷെ എന്റെ കുഞ്ഞു തന്നെയാ ഇവള്. എന്നാ പിന്നെ പോട്ടെ. ദേവു, എന്റെ അമ്മയെ സഹായിക്കുന്നൊക്കെ ശരി, നീ പഠിക്കാനുള്ള സമയം കണ്ടെത്തണം കേട്ടോ, ഉഴപ്പരുത്. ഓ, ഉഴപ്പില്ല, ഞാൻ നല്ല മാർക്കോട് കൂടി പാസ്സായിക്കോളാം. അതെനിക്കറിയാം, എന്നാലും ഇടയ്ക്കിടെ ഓർപ്പിക്കണമല്ലോ. എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവു നമ്മുടെ ലക്ഷ്മി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ലക്ഷ്മി രേവതിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് വരാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ആദ്യം ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.